വെള്ളം അധികം ഇഷ്ടപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തൊഴിൽ പോലും വെള്ളം നിൽക്കാത്ത സ്ഥലങ്ങളാണ് കൂടുതൽ മെച്ചപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത്. വേറൊന്ന്, ഇവയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ രോഗങ്ങളിലൊന്ന് നമ്മൾ രോഗങ്ങളെ പറ്റി പഠിക്കും ന്യൂമോണിയ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ്. ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെല്ലാം തന്നെ അത് വൈറസ് ഡിസീസ് ആണെങ്കിലും ബാക്ടീരിയ കൊണ്ടുണ്ടാവുന്നതാണെങ്കിലും ഒക്കെ തന്നെ വരാനുള്ള കാരണമായി മാറുന്നത് അമോണിയ അടിയിൽ നിന്നുള്ള കാഷ്ടം നിലത്ത് വീണ് അത് വെള്ളവുമായി ചേർന്നിട്ട് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അമോണിയയാണ് ഇവയുടെ ലങ്ങിനകത്തുള്ള ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതും ആ ലങ്ങിന് അത് പിന്നീട് മറ്റ് രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഗോഡ് ഫാമുകൾ പൊതുവെ 1.8 മീറ്റർ ഹൈറ്റിലാണ്. 1.8ന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന് അതിനകത്ത് പോയിട്ട് ഭാഗം വൃത്തിയാക്കാനും കൂടി വേണ്ടിയാണ് 1.8 മീറ്റർ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് 1.2 മീറ്റർ എങ്കിലും ചെറിയ ഗോഡ് ഫാം ആണെങ്കിൽ തന്നെ നമ്മൾ ഹൈറ്റ് കൊടുത്തിരിക്കണം. അത് അമോണിയയുടെ സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞാൽ ഇതിന് ഇത്തരം കൂടുകൾക്ക് നമ്മൾ പറയാം സ്റ്റിൽറ്റഡ് ബോട്ട് ഷെഡ്സ് ആണ് പറയുക. സ്റ്റിൽറ്റഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഉയരത്തിൽ കെട്ടിയിട്ടുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അങ്ങനെ ഉയരത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ കാണുന്നതാണ് സ്ലാഗ്സ്. സ്റ്റിൽറ്റഡ് ആണ്. അത് കൂടാതെ വെച്ചിട്ടുള്ള എന്താണ് സ്ലാഗ്സ് ആണ്. പ്ലാസ്റ്റിക് സ്ലാഗ്സ് എന്ന് പറയുന്ന ആ പച്ച നിറത്തിൽ കാണുന്നത് പ്ലാസ്റ്റിക് സ്ലാഗ്സ് ആണ്. ആ പ്ലാസ്റ്റിക് ഗ്ലാസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള കാഷ്ടം താഴേക്ക് കൃത്യമായിട്ട് വീഴും. അതിന്റെ ദ്വാരം ഏതാണ്ട് 1.3 സെന്റിമീറ്ററാണ് അതിന്റെ ദ്വാരം. അങ്ങനെ നമുക്ക് കമേഴ്ഷ്യലായിട്ട് വാങ്ങാൻ കിട്ടും. നമുക്ക് പിന്നെ ഇന്ത്യ മാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമേഴ്ഷ്യൽ സെന്ററിൽ നിന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിന്റെ സ്ലാഗ്സ് നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മൾ കൂട് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ വാങ്ങാൻ പോകുന്ന പ്ലാസ്റ്റിക് സ്ലാഗ്സ് എത്ര വലുപ്പമുള്ളതാണെന്ന് നമുക്ക് നോക്കണം. ചില പ്ലാസ്റ്റിക് സ്ലാഗ്സ് 62 സെന്റിമീറ്റർ ആയിരിക്കും, ചിലത് 4. ഏറ്റവും ചുരുങ്ങിയത് ഒരു മലബാറി ആടാണെങ്കിൽ പോലും 1 മീറ്റർ സ്ക്വയറിൽ ഒരു കാരണവശാലും ഒരാടിന്റെ സ്ഥലം കുറയാൻ പാടില്ല. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റ് സമ്മർദ്ദങ്ങൾക്കൊക്കെ കാരണമാവും, മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ രോഗങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു. കുഞ്ഞുങ്ങളാണ് കിടക്കുന്നതെങ്കിൽ പോലും അവയ്ക്ക് 0.4 മീറ്റർ സ്ക്വയർ സ്ഥലം ആവശ്യമാണ്. കുഞ്ഞുങ്ങൾക്ക് 0.4 മീറ്റർ സ്ക്വയർ ആവശ്യമാണ്. തള്ളയാടുകൾക്ക് 1.2 മീറ്റർ സ്ക്വയർ ആവശ്യമാണ്. ഉയരം 1.8 മീറ്റർ ആവശ്യമാണ്. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയതിനു ശേഷം ഇതിന്റെ വലുപ്പം അനുസരിച്ച് ഇപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ റൂഫ് കുറേ കൂടി ഉയരത്തിന് വേണ്ടി വരും. മാക്സിമം ഉയരം എന്ന് പറയുന്നത് 16.5 അടി വരെ അതിപ്പോൾ ഏറ്റവും വലിയ ഉള്ള കൂടുകൾക്ക് വേണ്ടി വരും. ഒരു ഗ്രീൻ നെറ്റ് അടിച്ചിട്ടുണ്ട്. 50% കാറ്റിന്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം.